ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് പേപ്പർ കൊണ്ട് ഒരു ചെടിയും അത് പൂവും ചെടിച്ചട്ടിയൊക്കെ ഉൾപ്പെടുന്ന ഒരു സാധനമാണ്. അത് നമുക്കൊരു ഗ്രീറ്റിംഗ് കാർഡായിട്ട് ഉപയോഗിക്കാം. ആ പൂവ് ഇങ്ങനെ വലിക്കാൻ നേരത്ത് അതിൻ്റെ അടിഭാഗത്ത് മറ്റേ നമുക്ക് മദേഴ്സ് ഡേ, ബർത്ത്ഡേ ഒക്കെ കുഞ്ഞ് ഗിഫ്റ്റായിട്ട് നമ്മുടെ ഫ്രണ്ട്സിന്, അമ്മമാർക്ക് അങ്ങനെയൊക്കെ നമുക്ക് കൊടുക്കാൻ പറ്റിയൊരു ചെറിയ ഐറ്റമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അത് നമുക്ക് എളുപ്പത്തിലുണ്ടാക്കാം. കളർ പേപ്പർ കൊണ്ട് ഉണ്ടാക്കാൻ നേരത്ത് കുറച്ചുകൂടെ ഭംഗിയായിരിക്കും. പിന്നെ അല്ലെങ്കിൽ നമുക്ക് സാധാ പേപ്പർ കൊണ്ട് ഉണ്ടാക്കി കളർ അടിച്ചു കൊടുക്കുകയൊക്കെ ചെയ്യാം. ഇതെല്ലാവർക്കും ഈസിയായിട്ട് ചെയ്യാൻ പറ്റുന്നതും എല്ലാവർക്കും ഗിഫ്റ്റായിട്ട് ചെറിയൊരു നമ്മൾ തന്നെ ഉണ്ടാക്കിയൊരു ഗിഫ്റ്റ് മറ്റുള്ളവർക്ക് കൊടുക്കാൻ നേരത്ത് നമുക്കൊരു മാനസികമായിട്ടൊരു സന്തോഷം ഉണ്ടാകും. കാരണം നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കിയ ഒരു ഗിഫ്റ്റ് കൊടുക്കുക എന്ന് പറയുന്നത് ഒത്തിരി സന്തോഷമുള്ള കാര്യമാണ് എന്നെ സംബന്ധിച്ച്. അതുപോലെ തന്നെ ആയിരിക്കുമല്ലേ എല്ലാവർക്കും. അങ്ങനെ കുഞ്ഞ് പിള്ളേർക്കാണെങ്കിൽ ഇതുണ്ടാക്കിയത് ഗിഫ്റ്റായിട്ട് കൊടുക്കാനായിട്ട് പറ്റും. ഒത്തിരി റിസ്ക് ഉണ്ടാക്കാനായിട്ട് ഒത്തിരി പാടൊന്നുമില്ല. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ഇന്ന് മദേഴ്സ് ഡേ അല്ലേ, അതിൻ്റെ സ്പെഷ്യലായിട്ടാണ് ഈ ഗ്രീറ്റിംഗ് കാർഡ് പോലത്തെ ഇത്തരം ഒരൈറ്റം നമ്മൾ ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഇതിന് വേണ്ടത് ആദ്യമത്തെ ആ ചെടിച്ചട്ടി ഉണ്ടാക്കാനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് 15 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ ഷീറ്റാണ് എടുത്തേക്കുന്നത്. പിന്നെ ആ പൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കുന്നത് 8 സെൻറ്റിമീറ്ററിൻ്റെ ഒരു സ്ക്വയർ ഷീറ്റാണ്. പിന്നെ ആ പൂവിൻ്റെ സ്റ്റെമ്മിന് വേണ്ടിയിട്ട് 10 സെൻറ്റിമീറ്റർ നീളവും 3 സെൻറ്റിമീറ്റർ വീതിയുമുള്ള ഒരു പച്ച കളറിലെ ഷീറ്റാണ് നമ്മൾ എടുത്തേക്കുന്നത്. അതെങ്ങനെ ഉണ്ടാക്കുന്ന വിധവും കാര്യങ്ങളെല്ലാം നമ്മൾ വൃത്തിയായിട്ട് നമ്മുടെ വീഡിയോയ്ക്കകത്ത് അത് കണ്ട് മനസ്സിലാക്കി ഉണ്ടാക്കി നോക്കണം കേട്ടോ. പിന്നെ നമ്മുടെ ചാനലെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം എല്ലാവരും മറന്നു പോകുന്നു, ഞാൻ ഓർപ്പിക്കുകയാണ് കേട്ടോ. ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ വീഡിയോസൊക്കെ ലൈക്ക് ചെയ്യാനും പിന്നെ നമ്മുടെ വീഡിയോ ഷെയർ ചെയ്യാനും ഒന്നും മറന്നു പോകരുത്. പിന്നെ നമ്മളിങ്ങനെ ഇന്നെന്താ നമ്മൾ സംസാരിക്കേണ്ടത്? ഇന്ന് മദേഴ്സ് ഡേ അല്ലേ. ഈ മാസത്തിലും ഓരോ ദിവസവും ഓരോ പ്രത്യേകതകൾ. മദേഴ്സ് ഡേ, വാലൻറ്റൈൻസ് ഡേ, ഫാദേഴ്സ് ഡേ, ടീച്ചേഴ്സ് ഡേ, അങ്ങനെ നമ്മൾ ഈ PSCക്കൊക്കെ ആണെങ്കിൽ നമ്മളിതെല്ലാം കാണാണ്ട് പിടിക്കും ഇന്ന് എന്ന ദിവസം എന്നുള്ളത്. എനിക്കിങ്ങനെ ഓർമ്മയുള്ളത് എന്ന് പറയുന്നത് നമ്മുടെ ബർത്ത്ഡേകൾ വരെ ചിലർ സ്വന്തം ബർത്ത്ഡേ വരെ മറന്നു പോകുന്ന ആൾക്കാരുണ്ട്. എനിക്ക് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഒരു ഇഷ്ടമുള്ള കാര്യമാണ് എന്നെ ബർത്ത്ഡേക്കൊക്കെ മറ്റുള്ളവർ വിഷ് ചെയ്യുക, എൻ്റെ ബർത്ത്ഡേ ഓർത്തിരുന്ന് മറ്റുള്ളവർ വിഷ് ചെയ്യുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്. കാരണം നമ്മളെ അവർ അത്രയും കെയർ ചെയ്യുന്നു, നമ്മളെക്കുറിച്ച് അത്രയും ചിന്തിക്കുന്നു, നമ്മുടെ കാര്യം അറിയുന്നു എന്നത് അത് സന്തോഷമുള്ള കാര്യമല്ലേ. പക്ഷേ എൻ്റെ ബർത്ത്ഡേ നമ്മുടെ പ്രിയപ്പെട്ടവർ മറന്നു പോകാൻ നേരത്ത് നമുക്ക് ഒത്തിരി സങ്കടം ഉണ്ടാവില്ലേ. എൻ്റെ ബർത്ത്ഡേ അങ്ങനെ മറന്നു പോയിട്ട് ഞാനങ്ങനെ വഴക്കുണ്ടാക്കിയ ദിവസങ്ങളുണ്ട്. എൻ്റെ അപ്പനും അമ്മയൊന്നും അല്ല കേട്ടോ. എൻ്റെ പ്രിയപ്പെട്ടവർ മറന്നു പോകാൻ നേരത്ത് ഞാൻ അവരുമായിട്ട് അതിൻ്റെ പേരിൽ വഴക്കുണ്ടാക്കിയ പ്രിയപ്പെട്ടവരായിരുന്നവർ ഓർക്കാൻ കൂടി പറ്റാതെ മറന്നു പോയപ്പം ഉള്ള ഒത്തിരി സങ്കടപ്പെട്ടൊരു നിമിഷങ്ങളും എൻ്റെ ജീവിതത്തിൽ കടന്നു പോയതാണ്. ഇപ്പം ഞാനത് ഓർക്കാൻ ഇഷ്ടപ്പെടാത്ത ചില കാര്യങ്ങൾ നമ്മളൊന്ന് വിട്ട് കളയണം. പിന്നെ എനിക്ക് ഓർക്കാൻ രസകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു വാലൻറ്റൈൻസ് ഡേ ആണ്. എൻ്റെ എപ്പോഴും ഓർമ്മ നിലനിൽക്കുന്ന ഒരു കോളേജ് കാലഘട്ടത്തിലെ ഒരു വാലൻറ്റൈൻസ് ഡേ, ഒരു മറക്കാനാവാത്തൊരു ഡേ ആയിരുന്നു അത്. ഫസ്റ്റ് ഇയർ പഠിച്ച് സെക്കൻഡ് ഇയറിലോട്ട് ഞങ്ങൾ കോളേജ് കാലഘട്ടം കിടക്കുകയാണ്. അപ്പോൾ മിക്ക ദിവസവും ആദ്യമേ ക്ലാസ്സിലെത്തുന്ന വ്യക്തി ഞാനായിരിക്കും. പിയൂണത് വാതിൽ പൂട്ട് തുറന്നിട്ടുണ്ടാവും. സാക്ഷ്യം നമ്മളെടുത്ത് ക്ലാസ്സിൽ കയറണം. അപ്പം അന്ന് ഒരു വാലൻറ്റൈൻസ് ഡേ ആയിരുന്നു. ഞാൻ പതിവ് പോലെ ഏറ്റവും ആദ്യമേ ഞാൻ വന്നു സാക്ഷിയൊക്കെ തുറന്നകത്ത് കയറി ബെഞ്ചിൽ എൻ്റെ ബാഗൊക്കെ വെച്ചു. അത് കഴിഞ്ഞപ്പോൾ അടുത്ത ആൾ വന്നു. ഞാൻ വന്ന് ബാഗ് വെച്ച് പുറത്തോട്ട് പോയി. ഒറ്റയ്ക്ക് ക്ലാസ്സിലിരിക്കാൻ കഴിയില്ലാത്ത കാരണം പുറത്തിറങ്ങി നിൽക്കണം. അപ്പോഴാണ് അടുത്ത ആൾ വന്നു. ഞങ്ങൾ ഒരുമിച്ച് എൻ്റെ ഫ്രണ്ട് തന്നെ വന്നു, ഒരുമിച്ച് ക്ലാസ്സിൽ കയറി കഴിഞ്ഞപ്പോഴാണ് ഞങ്ങളുടെ ബെഞ്ചിൽ പുറകിലത്തെ ബെഞ്ചിലിരിക്കുന്ന പെൺകുട്ടി അവളുടെ സീറ്റിൽ ഒരു പൂവ്, ഒരു കാർഡൊക്കെ ഇരിക്കുകയാണ്. അതിൻ്റെ അകത്ത് നല്ല മനോഹരമായ ലവ് ലെറ്ററുണ്ട്. ആ കാർഡിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. പിന്നെ കുറച്ച് റോസാപ്പൂ ഉണ്ട്, കുറച്ച് മിഠായി ഉണ്ട്, ചോക്ലേറ്റ്സാണ്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ തുറന്നൊന്നും നോക്കിയില്ല. ഞങ്ങൾ ജസ്റ്റ് ഇങ്ങനെ അവിടെ നിന്നപ്പോഴാണ് ആ കൂട്ടുകാരെയും ഗ്യാങ്ങും ബാക്കിയുള്ളവരൊക്കെ പയ്യെ വരുവാണ്. വന്നവരെല്ലാവരും അവിടെ വന്ന് നോക്കി നിൽപ്പുണ്ട്.
ആ കുട്ടിക്കാണെങ്കിൽ ഇത് കണ്ടിട്ട് ആകെ വെപ്രാളമാണ്. പുള്ളിക്കാരി ഓടി വന്ന് പുള്ളിക്കാരി എല്ലാവരും പറഞ്ഞു പുള്ളിക്കാരിക്ക് അത് എടുക്കാനോ തൊടാനോ ഒക്കെ ഭയങ്കര പേടിയാണ്. ആരാണ് എന്താണ് കാര്യങ്ങളൊന്നും അറിയത്തില്ല. ക്ലാസ്സിലൊരു പാവം പിടിച്ചൊരു കുട്ടിയാണ്. ആരുമായിട്ട് ആൺപിള്ളേരുമായിട്ടോ അങ്ങനെ പുറത്ത് ആരുമായിട്ട് വലിയ കമ്പനിയോ അടിച്ചുപൊളി ടീമോ അങ്ങനെയൊന്നും അല്ല. അങ്ങനെ ഒരാളുടെ സ്ഥലത്ത് അവരൊരു ഗ്യാങ് ഉണ്ട്, ഒരു ഗേൾസ് ഗ്യാങ് ആണ്. അത്യാവശ്യം ബോയ്സുമായിട്ടൊക്കെ വർത്തമാനം പറയും. അതിൻ്റെ അപ്പുറം കൂടുതലായിട്ടൊന്നും ഉള്ളൊരൊന്നും സ്വഭാവം അങ്ങനെ അടിച്ചുപൊളി സ്വഭാവക്കാരിയല്ല. അപ്പം അവൾക്ക് തന്നെ പേടിയാണ്. അവളുടെ സ്ഥലത്ത് അവളുടെ പ്ലേസിലാണ് ഈ സംഭവം ഇരിക്കുന്നത്. അതിനി പ്ലേസ് മാറിപ്പോയതാണോ? അവൾ ചോദിക്കുന്നുണ്ട്, എനിക്കങ്ങനെയൊന്നും ആരുമായിട്ട് അങ്ങനെയൊന്നും കമ്പനിയൊന്നും ഇല്ലല്ലോടി, ഇനി പ്ലേസ് മാറിപ്പോയതായിരിക്കും, വേറെ വല്ലവർക്കും വെച്ചതായിരിക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടിങ്ങനെ നിൽക്കുക. അപ്പം എല്ലാവരും പറഞ്ഞു ഏതെങ്കിലും നീ അത് എടുത്തതൊന്ന് പൊട്ടിച്ച് വായിക്കുക. അങ്ങനെ അത് പൊട്ടിച്ച് വായിച്ചു കഴിഞ്ഞപ്പോൾ ഉടനെ തന്നെ അവളുടെ പേര് വെച്ചാണ് ലെറ്റർ എഴുതിയേക്കണേ. അപ്പം മനസ്സിലായി അവൾക്ക് തന്നെയാണ് സംഭവം. എന്നത് എഴുതിയേക്കണത്, ഉച്ചത്തെ ഇൻ്റർവെല്ലിന് ഞാൻ നിന്നെ കാണാൻ വരും, അപ്പോൾ ഞാൻ ഐ ലവ് യു പറയും, നിനക്ക് ഇഷ്ടമാണെന്ന് എനിക്കറിയാം, എന്നോടും തിരിച്ച് ഐ ലവ് യു പറയണം, അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊരു സൂപ്പർ ലവ് ലെറ്ററാണ് അതിൻ്റെ അകത്ത് എഴുതിയേക്കണത്. പിന്നീടുള്ള ക്ലാസ്സുകളിൽ ഞങ്ങളുടെ ക്ലാസ്സിലുള്ള എല്ലാവരും ക്ലാസ്സിലൊന്നും ശ്രദ്ധിച്ചില്ല. ഉച്ചയാകാൻ നോക്കിയിരിക്കുകയാണ്, ആരാണ് വരാൻ പോകുന്നത്, ആരാണ് ഇത്രയും, അതായത് എനിക്കുറപ്പുണ്ട് ഞാനാണ് ആ വാതിൽ സാക്ഷാ തുറന്നത്. പൂട്ടിയിട്ടിരുന്ന പിയൂണ് വന്ന് പൂട്ടിയിട്ട് ആ വാതിൽ തുറന്നില്ല. പുള്ളി പൂട്ടഴിച്ചിട്ട് അപ്പം എങ്ങനെ എപ്പോൾ വെച്ചു? ഒന്നെങ്കിൽ എല്ലാവരും തലേദിവസം വെച്ചിട്ടാണ് പൂവൊന്നും വാടിയിട്ടുമില്ല. എന്താ സംഭവം എന്നൊന്നും ആർക്കും ഒരു പിടിയില്ല. എല്ലാവരും ഉച്ചയാകാനായിട്ട് നോക്കി നിൽക്കുവാണ്. കിട്ടിയ ആളാണെങ്കിൽ കരച്ചിലിൻ്റെ വക്കിലെത്തി നിൽക്കുവാണ്. ഇപ്പം കരയുന്ന മട്ടിലാണ് ആ കുട്ടിയുടെ മുഖമൊക്കെ ഇരിക്കുന്നത്. അങ്ങനെ ഇൻ്റർവെല്ലെല്ലാം കഴിഞ്ഞ് ഇൻ്റർവെല്ലിനൊക്കെ എല്ലാവരും ആകാംക്ഷപ്പെട്ടിങ്ങനെ ഇരിക്കുന്നത്. ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വേണ്ടിയുള്ള സമയമായപ്പോൾ പെട്ടെന്നാണ് ഒരു ചിരി പൊട്ടിയത്. അപ്പോൾ എന്താന്ന് ഞങ്ങൾക്ക് ആർക്കും മനസ്സിലായില്ല. അവളുടെ ഗ്യാങ്ങിൽ നിന്ന് ഓരോരുത്തരിരുന്നുകൊണ്ട് ചിരിക്കുന്നുണ്ട്. 3 പേരൊന്ന് ഭയങ്കര ചിരിയാണ്. ബാക്കി എല്ലാവരും വാതിക്കലോട്ട് ഇപ്പോൾ വരുമെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. 3 പേരൊന്ന് ഭയങ്കര ചിരിയാണ്. 3 പെൺപിള്ളേരാണ് ആൾ. അപ്പോൾ എന്താ കാര്യമെന്ന് ചോദിച്ചപ്പം അവർ പറഞ്ഞു, നീ വിഷമിക്കേണ്ട, ഇതിൻ്റെ പുറകിൽ ഞങ്ങളാണ്, വേറെ ആരുമല്ല ചെയ്തത്, നിന്നെ ഒന്ന് പറ്റിക്കാൻ, വാലൻറ്റൈൻസ് ഡേ ആയിട്ട് നിന്നെ ഒന്ന് പറ്റിക്കാൻ വേണ്ടിയിട്ട് ചെയ്തതെന്ന് ആ കുട്ടിയോട് പറഞ്ഞു. സംഭവം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഫ്രണ്ടാണ് അവളെ ഒന്ന് പറ്റിക്കണം. അതിന് വേണ്ടിയിട്ട് ഇവർ എന്ത് ചെയ്തു, അതിരാവിലെ കോളേജിൽ ഈ സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വന്നിട്ട് അവിടുത്തെ പ്യൂൺ ചേട്ടനെ അവർ മണിയടിച്ച് സംഭവമൊക്കെ ഒപ്പിച്ച് പുള്ളീനെ കൊണ്ട് അവർ വാതിൽ തുറപ്പിച്ചു. ആദ്യം വന്ന് വാതിൽ തുറപ്പിച്ചു, ഡെസ്കിന് പുറത്ത് ഇതെല്ലാം സെറ്റാക്കി വെച്ചിട്ട് അവർ തന്നെ വാതിലടച്ചിട്ട് അവർ കോളേജിൽ സംഭവം മാറി. ഞാൻ വന്നപ്പോൾ ഇവരെല്ലാം സെറ്റ് ചെയ്ത് ഒട്ടൊക്കെ പോയേക്കുമായിരുന്നു. അതൊരു മറക്കാനാകാത്തൊരു വാലൻറ്റൈൻസ് ഡേ ആയിരുന്നു. എല്ലാവരും ആകാംക്ഷയോട് കാത്തിരുന്നു, ആരാണ് ഇത്ര കാര്യമായിട്ട് ലവ് ലെറ്ററൊക്കെ എഴുതി ഇത്ര കാര്യമായി മനസ്സ് തുറന്ന് സ്നേഹിക്കുന്നത് ആരെയാണ് എന്നറിയാൻ വേണ്ടി. പക്ഷേ അവളുടെ കൂട്ടുകാർ അവൾക്ക് ചെറിയൊരു പണി കൊടുത്തതാണ് പിന്നീടാണ് മനസ്സിലായത്. ഇന്നും ഇതൊക്കെ ഇങ്ങനെ ഓർക്കാൻ രസകരമായ ഓർമ്മയായിട്ട് നമ്മുടെ മനസ്സിൽ നിൽക്കുന്ന ഒരു കാര്യമായിട്ടോ ഇതൊക്കെ. അപ്പോൾ ബായ്, അടുത്ത വീഡിയോ കാണാം കേട്ടോ.